സ്വർണം വാങ്ങുമ്പോഴും അത് വിൽക്കുമ്പോഴുമൊക്കെ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് കുറേയധികം സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഹോൾസെയിൽ ഗ്രൂപ്പായ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിലാണ്. എൻ്റെ കൂടെ അവരുടെ മാർക്കറ്റിംഗ് മാനേജർ സുബിനാണ് ചേരുന്നത്. ഹായ് സർ. ഹായ് സുബിൻ ബ്രോ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് സ്വർണത്തെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നത്. അപ്പോൾ അവർ അവരുടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് മിച്ചം പിടിക്കുന്ന പൈസയിൽ നിന്നായിരിക്കും സ്വർണ്ണമൊക്കെ വാങ്ങുക. അത് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം അവരത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ആ ഒരു മാർക്കറ്റ് പ്രൈസ് ലഭിക്കാറുണ്ടോ? ഉറപ്പായും ആഷി പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമാണ്. കാരണം ഈ ഒരു വർഷത്തെ ഒരു ഗോൾഡ് റേറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഷി പറഞ്ഞ പോലെ ഉറപ്പായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഗോൾഡ്. അതുപോലെ തന്നെ ആഷി കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. കാരണം ഇത് തിരിച്ച് തരുമ്പോൾ എക്സ്ചേഞ്ചിനൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നും ഗോൾഡിൽ നിന്ന് കുറയുന്നുണ്ടോ, ചൂടാക്കിയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കുറയുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് കൂടി ആൾക്കാർക്കുണ്ട്. പക്ഷേ നമ്മളൊരു ഗോൾഡ് മെൽറ്റ് ആവണമെങ്കിൽ 1062 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ചൂടാക്കിയാൽ മാത്രമേ മെൽറ്റ് ആകൂ. പക്ഷെ അത് മെൽറ്റാക്കിയാൽ തന്നെ അതിൽ നിന്ന് ഗോൾഡിൽ നിന്നും കുറച്ച് കുറയുകയോ ഒന്നും ചെയ്യില്ല. ആ സെയിം നമ്മൾ എത്രയാണോ വാങ്ങിയത് ആ സെയിം വെയിറ്റ് തന്നെയായിരിക്കും എപ്പോൾ വന്ന് ചൂടാക്കിയാലും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ ചൂടാക്കുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് ഹീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സോപ്പ്, അതുപോലെ തന്നെ എണ്ണ, അതുപോലുള്ള സംഭവങ്ങൾ മാത്രമേ, ഡസ്റ്റ് മാത്രമേ അതിൽ നിന്നും മാറ്റപ്പെടുന്നുള്ളൂ. ഗോൾഡ് അവരെത്രയാണോ ആ തൂക്കത്തിന് പോകുന്നത് ആ തൂക്കം തന്നെ ഇപ്പോഴും ആ ഗോൾഡിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ആളുകൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, സ്വർണം വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആസ് എ കസ്റ്റമർ അവർ ശ്രദ്ധിക്കേണ്ടത്? പക്ഷേ അത് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഏത് സാധാരണക്കാർക്കായാലും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗോൾഡ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് HUID കോഡ്, അതുപോലെ 916 ഗോൾഡ് മാർക്കോട് കൂടിയ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വാങ്ങുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണിൽ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫെസ്റ്റിവൽ സീസണിൽ അൺബ്രേക്കബിൾ ആയിട്ടൊക്കെ സ്വർണ്ണത്തിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഫെസ്റ്റിവൽ സീസണിൽ തന്നെ ഏകദേശം ഒരു 3000 രൂപയുടെ ഹൈക്ക് പവനിൽ സ്വർണ്ണത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, സാധാരണക്കാരായ ആൾക്കാർക്ക് സ്വർണം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതിലുള്ള അവർക്ക് ബെനിഫിറ്റ് എന്താണ് ശരിക്കും? നമുക്ക് അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ സ്കീം എന്ന് പറയുന്നത് ഏകദേശം 999 രൂപക്ക് ഒരു പവന് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ എടുക്കാൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇനി 60, ഇപ്പം ഇന്നത്തെ റേറ്റിനേക്കാളും ഇനി 1 ലക്ഷം രൂപയായാൽ കൂടി നമ്മൾ എത്രയാണോ ബുക്ക് ചെയ്യുന്നത് ആ റേറ്റ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് ഇനി കുറയാണ്. എടുക്കാൻ വരുന്ന സമയത്ത് ബുക്ക് ചെയ്ത് എടുക്കാൻ വരുന്ന സമയത്ത് ഇപ്പോൾ 60 എന്നുള്ളത് 30 ആവുകയാണെങ്കിൽ നമുക്ക് 30 എന്നുള്ള റേറ്റ് നമ്മൾ ഗോൾഡ് കൊടുക്കും. ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് ഈ അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ ആഷി, നമുക്കറിയാലോ കല്യാണം ഏകദേശം ഡേറ്റ് ഫിക്സ് ആയവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് ഈ അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കല്യാണത്തിന് എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഡേറ്റ് ആകുമ്പോൾ ഇപ്പം അതിനേക്കാളും കൂടുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ അഡ്വാൻസ് ചെയ്യുന്നത് ആ റേറ്റ്, അഡ്വാൻസ് ചെയ്യുന്ന അന്നത്തെ റേറ്റ് വെച്ചിട്ട് നമുക്ക് അന്ന് എടുക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു കണക്ക് പ്രകാരം ഇത് കൂടുകയല്ലാതെ കുറയാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം പർച്ചേസ് ചെയ്യുന്ന സമയത്തും, അതായത് ഷർട്ട് ആണെങ്കിലും ശരി, വാച്ച് ആണെങ്കിലും ശരി, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെസ്റ്റ് ഷോപ്സ് നമ്മൾ ഗൂഗിളിൽ നോക്കാറുണ്ട്. ഗൂഗിൾ റിവ്യൂസ് നമ്മൾ ശരിക്കും സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്വർണ്ണ വ്യാപാര രംഗത്ത് ശരിക്കും ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കി നമുക്കൊരു നല്ല ജ്വല്ലറി സെലക്ട് ചെയ്യാൻ സാധിക്കും. ഉറപ്പായും ആഷി, കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആൾക്കാർ സെർച്ച് ചെയ്യുന്നതും ഇതുപോലുള്ള റിവ്യൂ നോക്കിയിട്ടാണ് ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ 916 ഗോൾഡ് ഏകദേശം എല്ലാ ജ്വല്ലറിയിലും ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4.9 ആണ് നമ്മുടെ റേറ്റിംഗ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന കാര്യങ്ങളല്ല. അവർ വന്ന് അവരെ ഹാപ്പി, നമ്മുടെ സർവീസ്, അതുപോലെ കളക്ഷൻസ് അത് നോക്കിയിട്ടാണ് അവർ കമൻ്റ് ഇടുന്നതും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന കുറേ പരസ്യങ്ങളുണ്ട്. സ്വർണത്തിൻ്റെ പരസ്യങ്ങൾ അതിൽ വരാറുണ്ട്. സ്വർണത്തിൻ്റെ ഓഫേഴ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് ശരിക്കും ഒരു സാധാരണക്കാരായ ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? അവരത് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ വരുന്ന ഒരു പ്രവണത ഉണ്ടോ മാർക്കറ്റിൽ? എന്താ സുബ്രോയുടെ അഭിപ്രായം? ഈ അടുത്ത് നമ്മളൊരു പരസ്യം ഉണ്ടായിരുന്നു. കാരണം 1 ലക്ഷത്തിന് താഴെയായിട്ട് ഒരു വെഡ്ഡിങ് സെറ്റ്, അതിപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു റേറ്റ് കൂടുന്ന സമയത്ത് 1 ലക്ഷത്തിൽ ഇത്രയും ഗോൾഡ് കിട്ടുക എന്ന് പറയുന്നത് അത് അവരെ ഒരു സാധാരണ കുടുംബത്തിന് തന്നെ ഒരു സന്തോഷിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മളിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കോളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സെറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും
നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെന്യൂനായുള്ള പരസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സുബിൻ ബ്രോ, അതുപോലെ തന്നെ എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട്, എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കും അത്, നമുക്ക് ഹോൾസെയിൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അതായത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പച്ചക്കറികൾ ഹോൾസെയിൽ കിട്ടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ ഹോൾസെയിൽ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും സ്വർണ്ണത്തിന് അല്ലെങ്കിൽ ഈ ഹോൾസെയിൽ എന്ന് പറഞ്ഞൊരു പേര് അല്ലെങ്കിൽ ആ ഒരു പദം ശരിക്കും ഒരു വലിയ വിപണന തന്ത്രമാണല്ലോ. അപ്പോൾ ഈ ഹോൾസെയിൽ സ്വർണം കിട്ടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം കിട്ടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് കണ്ണൂരിലെ തന്നെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഹോൾസെയിൽ ജ്വല്ലറി ആണല്ലോ. അപ്പോൾ ശരിക്കും സ്വർണ്ണ ബിസിനസ്സിൽ ഹോൾസെയിൽ എന്നുകൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉറപ്പായും കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പണിക്കൂലി എന്ന് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറിയും അതുപോലെ തന്നെ ഇടനിലക്കാരില്ലാതെയാണ് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ പണിയുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പോൾ നമുക്കതിന് സാധിക്കും. സാധാരണ ജ്വല്ലറിനെ അപേക്ഷിച്ച് നമ്മൾ വേറെ ഒരു കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതല്ല, നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് പണിക്കൂലി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ കിട്ടുന്ന ഏക ജ്വല്ലറി, ഏക സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് തന്നെയാണ്. കാരണം അതാണ് നമ്മുടെ ഇപ്പോൾ ഗൂഗിൾ റിവ്യൂവിൽ കാണാൻ പറ്റുന്നത് നമുക്ക് 4.9 റേറ്റിംഗ് കിട്ടാനും കാരണം. സ്വർണം വിൽക്കുന്ന സമയത്തും അത് വാങ്ങുന്ന സമയത്തും സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതല്ലാതെ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണുന്നത്. ടിൽ ദെൻ ബൈ. Kallarikals Gold Park, Payyanur. Our sister concern, Pere Pardon's Gold and Diamonds. Manufacturers and wholesalers. Nedumangad, Neyatankara, Kottarakara, Karunagapalli.